എൻ്റെ ഗുരുക്കന്മാര് ജ്യോതിശാസ്ത്രത്തിലും മറ്റു ശാസ്ത്രങ്ങളിലും വിശ്വസിക്കുന്ന നല്ലവരായ നാട്ടുകാര്, ജ്യോതിഷ പണ്ഡിതന്മാര്, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് തിരുവോണം നക്ഷത്രത്തിന്റെ പ്രത്യേകതകളാകുന്നു. ഞാൻ മലയങ്കിഴ് കെ പുരുഷോത്തമൻ ജ്യോത്സ്യർ. തിരുവോണം നക്ഷത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ച് തിരുവോണം നാളെന്ന് പറയുമ്പോഴും ചിങ്ങമാസത്തിലാണല്ലോ തിരുവോണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഓണം, തിരുവോണം എന്ന് കേൾക്കുമ്പം തന്നെ മാനസികമായും ശാരീരികമായും വളരെ ഉല്ലാസം എല്ലാ ജനതകളിലും ഉണ്ടാകും. പ്രത്യേകിച്ച് ചെറു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഊഞ്ഞാല് ആടാനും അവർക്ക് കളിപ്പാട്ടങ്ങൾ കൊണ്ടുള്ള കളികൾ കളിക്കുവാനും അതുപോലെ തന്നെ തിരുവാതിര, ഡാൻസ്, നൃത്തം, നടനം എന്നിവയെല്ലാം നടത്തുവാൻ പൂർണ്ണ അവസരങ്ങൾ കിട്ടുന്ന കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഊഞ്ഞാലാടുവാനും പാടി രസിക്കുവാനുമുള്ള കാലഘട്ടമാണ് തിരുവോണം ദിവസങ്ങളിൽ. അപ്പോൾ എല്ലാവരും തിരുവോണത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ തിരുവോണ നക്ഷത്രത്തിനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ പറയാം. തിരുവോണ നക്ഷത്രം ചന്ദ്രദശയിലാണ് തിരുവോണ നക്ഷത്രക്കാർ ജനിക്കുന്നത്. അതിന് മകരക്കൂറെന്ന് പറയും. അത് ശനിയുടെ ക്ഷേത്രത്തിലും ആകുന്നു. അപ്പോൾ തിരുവോണ നക്ഷത്ര ജാതകർ പൊതുവെ ദൈവഭക്തരും സാത്വികരും സമ്പന്നരും മനുഷ്യസ്നേഹികളും മറ്റുള്ളവരെ ഉപദേശിച്ചു കൊടുക്കുന്നതിൽ അതിസമർത്ഥന്മാരുമായിരിക്കും. ഇത് സ്ത്രീ പുരുഷ ഭേദമന്യേ അവരുടെ പ്രത്യേകത ദൈവം കൊടുക്കുന്ന ഒരു വരദാനമാകുന്നു. ഇവർ ദേവഗണത്തിൽപ്പെട്ടവരാണ്. ഈശ്വരനെ പോലെ എല്ലാ കാര്യങ്ങളിലും ഏതാപത്തുകളിലും പലർക്കും ഉപദേശിക്കുന്നതായി നമ്മൾ കണ്ടുവരാറുണ്ട്. ഉപദേശിക്കുകയും ആ ഫലങ്ങൾ അവർക്ക് അതുകൊണ്ട് വളരെ ഐശ്വര്യവത്തായി തീരുന്നതും നമുക്കറിയാം. തിരുവോണ നക്ഷത്ര ജാതകർ പൊതുവെ യാത്രയിലും മറ്റ് കലകളിലും കാവ്യത്തിലും സഞ്ചാരത്തിലും വളരെ പ്രിയപ്പെട്ടവരാണ്. നല്ല ഉദ്യോഗം, വിദേശവാസം, യന്ത്ര സംബന്ധമായ തൊഴിൽ, ഇതിനെല്ലാം ഇവർ പ്രത്യേകിച്ചും മിടുക്കന്മാരാകുന്നു. കർമ്മസ്ഥാനം പുഷ്ടി ഉള്ളതുകൊണ്ട് കർമ്മത്തിനു വേണ്ടി പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുകയും പല സ്ഥലങ്ങളിൽ നിന്നും സമ്പാദ്യങ്ങൾ അതുപോലെ തന്നെ പല ദ്രവ്യങ്ങൾ വാങ്ങുവാനുള്ള യോഗഭാഗ്യവും കീർത്തിയും ഇവർക്ക് ഉണ്ടാകും. ഇവർ പൊതുവെ എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്നവരാണ്. എല്ലാ പുണ്യസ്ഥലങ്ങളിലും ദർശിക്കുവാനും ഇവർക്ക് വളരെ ആഗ്രഹമാണ്. സത്യസന്ധരും നീതിമാന്മാരും ആയിരിക്കും. പൊതുവെ ഇവർക്ക് ശനി ബന്ധമുള്ളത് കൊണ്ട് കുറച്ച് മന്ദതയും ഇടവിട്ട് കാണിക്കും. എന്നാൽ ചന്ദ്രബന്ധമുള്ളത് കൊണ്ട് ചെറുപ്പത്തിൽ കുറച്ച് കവരോഗങ്ങളും കവാരിഷ്ടതകളും ഉണ്ടാക്കും. മാതാവിനും പിതാവിനും പൊതുവെ ചെറുപ്പം മുതലേ ഭാഗ്യങ്ങൾ കൊടുക്കുന്ന നക്ഷത്രമാണ് തിരുവോണം. തിരുവോണ നക്ഷത്രം ജനിക്കുന്നത് ചന്ദ്രദശയിലാണ്. ഏതാണ്ട് എല്ലാ നക്ഷത്രങ്ങൾ പോലെ 4 പാദങ്ങൾ തിരുവോണത്തിനുമുണ്ട്. 1, 2, 3, 4. ഏതാണ്ട് മധ്യ 2ാം കാലിൽ ജനിക്കുന്നവർക്ക് 5 കൊല്ലവും 3ാം കാലിൽ ജനിക്കുന്നവർക്ക് ഒരു 5, 4 ഈ ഘട്ടവും 4ാം പാദത്തിൽ ജനിക്കുന്നവർക്ക് 2 കൊല്ലം ആയിരിക്കും. 1ാം പാദത്തിൽ ജനിക്കുന്നവർക്ക് ഏതാണ്ട് 7, 8 കൊല്ലം ഉണ്ടായിരിക്കും ജന്മശിക്ഷ. നമുക്ക് പൊതുവെ 5 വർഷം കണക്കാക്കാം. ആദ്യത്തെ 5 വർഷം ചന്ദ്രദശാകാലം ഇവർക്ക്
1-2 കാലങ്ങളിൽ കഫരോഗങ്ങളും കഫപീഡകളും കുടുംബത്തിന് അല്പ അരിഷ്ടതകളും ഉണ്ടാക്കും. ശേഷം 3 വയസ്സിന് ശേഷം വിദ്യാരംഭം 4-5 കാലങ്ങളിൽ പിതാവിനും മാതാവിനും ഉന്നതിയെ കൊടുക്കും. ഈ ദശയുടെ അനുഭവസിദ്ധിക്ക് വേണ്ടി ദേവീപ്രീതി, ശിവപ്രീതി, വിഷ്ണുപ്രീതി എന്നിവ നടത്തിക്കൊള്ളേണ്ടതാകുന്നു. അടുത്ത് ചൊവ്വാദശ 7 കൊല്ലം. ചൊവ്വാദശാകാലം പൊതുവെ ഇവർക്ക് കുടുംബത്തിനും ഐശ്വര്യപ്രദമാകുന്നു. ഭൂമിയോഗം, ഗ്രഹയോഗം, സഹോദര ഗുണം, സഹോദര പ്രാപ്തി, നല്ല ഗ്രഹം നിർമ്മിക്കാനുള്ള യോഗം, അച്ഛനോ അമ്മയ്ക്കോ ഏതെങ്കിലും തൊഴിൽ നഷ്ടപ്പെട്ടു പോയി കിടന്നത് ഈ കാലഘട്ടങ്ങളിൽ ലഭിക്കുകയും പൂർവിക സ്വത്തുക്കൾ ലഭിക്കാനുള്ള യോഗവും ഈ കാലഘട്ടങ്ങളിൽ അനുഭവിക്കും. അങ്ങനെ 5, 7, 12 വയസ്സ് വരെ ഏതാണ്ട് ചൊവ്വാദശ. അത് കഴിഞ്ഞാൽ രാഹുർദശ 18 കൊല്ലം. രാഹുർദശാകാലം ഇവർക്ക് 13, 15, 18 ഈ കാലങ്ങളിൽ പഠനവും 18-ന് ശേഷം സാങ്കേതിക പഠനവും ഫലമാകുന്നു. സ്ത്രീകൾക്കാണെങ്കിൽ 22, 23 ഉദ്യോഗയോഗവും 24, 25 മധ്യേ വിവാഹ യോഗം കാണപ്പെടുന്നു. അല്ല എങ്കിൽ 26-ക്ക് ശേഷം വിവാഹയോഗവും. പൊതുവെ ഈ സർപ്പദശാകാലത്ത് പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീ ഭേദമന്യേ സ്ഥാനം വിട്ടുള്ള പഠനങ്ങൾ, പഠനത്തിൽ നിന്ന് നേട്ടം, ബിരുദം, ബിരുദാനന്തര ബിരുദങ്ങൾ, സാങ്കേതിക പഠനങ്ങൾ എന്നിവയും ചിലപ്പോൾ സ്ത്രീകൾക്ക് വിവാഹം കഴിഞ്ഞ് വിദേശത്ത് പോകാനുള്ള യോഗവും അനുഭവമാകുന്നു. പുരുഷന്മാർക്കാണെങ്കിലും ഒപ്പം വിദേശവാസവും വിദേശത്തു നിന്നുള്ള ധനാഗമനവും കുടുംബത്തിന് നൽകുവാനും അങ്ങനെ കുടുംബത്തിന് പൊതുവെ ഐശ്വര്യവും കീർത്തിയും സമാധാനവും ഭാഗ്യ ഐശ്വര്യങ്ങളും ജാതകർക്കും കുടുംബത്തിനും മാതാവിനും പിതാവിനും മറ്റ് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ സർപ്പദശാകാലം അനുകൂലമാകുന്നു. അത് ഈ സർപ്പദശയുടെ അനുഭവം, അതായത് നല്ല അനുഭവ സിദ്ധിക്ക് വേണ്ടി മഹാവിഷ്ണുവിന് പാൽപായസം, വിഷ്ണു ക്ഷേത്ര ദർശനം, അനന്തന് പ്രീതി എന്നിവയെല്ലാം വരുത്തിക്കൊള്ളേണ്ടതാകുന്നു. കാരണം വിഷ്ണു ചൈതന്യം ഈ നക്ഷത്ര ജാതകർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് വ്യാഴദശ 16 കൊല്ലം. വ്യാഴദശാകാലത്ത് ഇവർക്ക് സന്താനയോഗം, ഭൂമിയോഗം, സ്വന്തമായി വാഹനം, നല്ല പഠനങ്ങൾ, ഉദ്യോഗ വിജയങ്ങൾ, പ്രമോഷൻ, ഭാര്യാഭർത്തൃ സൗഖ്യം, സ്ത്രീ പുരുഷ ഭേദമന്യേ ഭാഗ്യ ഐശ്വര്യങ്ങളും കുടുംബസുഖവും ഭാഗ്യ ഐശ്വര്യങ്ങളും അനുഭവമാകുന്നു. വ്യാഴദശയ്ക്ക് നല്ല അനുഭവ സിദ്ധി ഉണ്ടാകുവാൻ കൃഷ്ണന് പാൽപായസവും ദേവീക്ഷേത്ര ദർശനവും വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തുകയും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പുണ്യ നാഗർക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ദർശനം നടക്കുന്നത് ഇവർക്ക് വളരെ ഉത്തമമായിരിക്കും. അത് കഴിഞ്ഞാൽ വരുന്നത് ശനിദശ 19 കൊല്ലം. ശനിദശയുടെ തുടക്കത്തിൽ അല്പ അരിഷ്ടതകൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് ഇവർക്ക് തനതായ പല സാമ്പത്തിക നേട്ടങ്ങളും പുതിയ പുതിയ തൊഴിലുകൾ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ നടത്തിയോ ചെയ്യാനുള്ള യോഗഭാഗ്യവും ഭാഗ്യ ഐശ്വര്യങ്ങളും കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് വേണ്ടി ചില സാമ്പത്തിക സഹായങ്ങൾ നടത്തുക, പഴയ ഭൂമിയെ സംരക്ഷിച്ച് നിർത്തുക, പുതിയ സ്ഥലങ്ങളിൽ വീട് വയ്ക്കുക, ഇവയെല്ലാം നടത്തുവാനും പിന്നെ അവരവരെ വിദ്യ അല്ലെങ്കിൽ അവരവരുടെ കഴിവനുസരിച്ചുള്ള പല തൊഴിലുകൾ ചെയ്യുവാൻ ഇവർക്ക് സാധിക്കും. കച്ചവടം, ഭൂമി സംബന്ധമായ തൊഴിലുകൾ, അതുപോലെ യന്ത്ര സംബന്ധമായ തൊഴിലുകൾ, ആഹാര സംബന്ധമായ തൊഴിലുകൾ, തുണി സംബന്ധിച്ചുള്ള തൊഴിലുകൾ, ഇങ്ങനെ
പല രീതിക്കുള്ള തൊഴിലുകൾ ഈ ശനിദശയിൽ ഇവർക്ക് നടത്തുന്നത് നന്നായിരിക്കും. ദശയുടെ തുടക്കത്തിലും അന്ത്യത്തിലും അല്പ ശാരീരിക മാനസിക പീഡകളും ബന്ധുക്കൾക്ക് അരിഷ്ടതകളും ഉണ്ടായേക്കാം. ഈ ദശയുടെ സരള അനുഭവ സിദ്ധിക്ക് വേണ്ടി സാസാവിന് നീലാഞ്ജനവും ഹനുമാന് വടമാലയും നൽകുക. ശേഷം 17 കൊല്ലം ബുധദശ. പൊതുവെ ഉത്തമ ഫലങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. അടുത്ത് കേതു 7 കൊല്ലം, കേതുദശ 7 കൊല്ലം. അത് കഴിഞ്ഞാൽ 20 കൊല്ലം ശുക്രദശ. ഇങ്ങനെ ഇവരുടെ ദശാനാഥന്മാർ മെല്ലെ മെല്ലെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ചന്ദ്രദശയിൽ മുത്തുകല്ലും ചൊവ്വാദശയിൽ പവിഴക്കല്ലും രാഹുർദശയിൽ ഗോമേതകവും വ്യാഴദശയിൽ പുഷ്യരാഗവും ശനിദശയിൽ ഇന്ദ്രനീലക്കല്ലും ധരിക്കുക. പിന്നെ ഒപ്പം ബുധദശയ്ക്കും മരതകക്കല്ലും കേതുദശയ്ക്ക് വൈദൂര്യവും ശുക്രദശയിൽ വൈരക്കല്ലും. ഇതെല്ലാം നമുക്ക് ശരീരസുഖവും ആയുസ്സും ഒക്കെ ഉണ്ടെങ്കിലേ ഇതൊക്കെ ധരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ചന്ദ്രദശയിൽ ജനിക്കുന്ന ഇവർ ഗണപതി പ്രീതി, ദേവീപ്രീതി എന്നിവ ചന്ദ്രദശയിൽ നടത്തുകയും ചൊവ്വാദശയിൽ മുരുകനും ദേവിക്കും പ്രീതി വരുത്തുകയും രാഹുർദശയിൽ സർപ്പപ്രീതി വരുത്തുകയും വ്യാഴദശയിൽ വിഷ്ണുപ്രീതി വരുത്തുകയും ശനിദശയിൽ സാസാപ്രീതി, ഹനുമാപ്രീതി എന്നിവ വരുത്തുകയും ബുധദശയിൽ ഹനുമാനും മഹാവിഷ്ണുവിനും അർച്ചനയും ആരാധനകളും നടത്തുകയും കേതുദശയിൽ ഗണപതിക്കും സർപ്പത്തിനും അർച്ചനകൾ നടത്തുകയും ശുക്രദശയിൽ ദേവി പൂജ, ഗണപതി പൂജ, സർപ്പപ്രീതി, കുടുംബദേവതാ പ്രീതി എന്നിവയെല്ലാം നടത്തിക്കൊള്ളേണ്ടതാകുന്നു. പൊതുവെ ഒരു സാത്വിക നക്ഷത്രമായ തിരുവോണം നക്ഷത്രം ഇനിയുള്ള കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും മുതിർന്നവർക്കും നല്ല കാലങ്ങൾ വന്നു ചേരുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയാണ്. താൽക്കാലികമായി ഇവർക്ക് നല്ല അവസരങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടാകുവാൻ പോവുകയാണ്. തിരുവോണം നക്ഷത്ര ജാതകർക്ക് എല്ലാ ഭാഗ്യ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ശുഭം.